സൈബർ തട്ടിപ്പിനിരയായി 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ട വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സൈബർ തട്ടിപ്പിനിരയായ വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബലഗാവി ജില്ലയിലെ ഖാനാപൂർ താലൂക്കിലാണ് സംഭവം. ഖാനാപൂരിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ദിയോഗ് ജറോൺ സാൻഡൻ നസ്രത്ത്, ഭാര്യ ഫ്ലാവിയാന എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ അയൽവാസികൾ കണ്ടെത്തിയത്. ജീവൻ ഒടുക്കിയതെന്നാണ് സൂചന. വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഫ്ലാവിയാന. വീടിന് പുറത്തുള്ള ജലസംഭരണിക്കുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ദിയോഗ് ജറോണിന്റെ മൃതദേഹം. ദിയോഗ് ജറോൺ എഴുതിയതായി കരുതുന്ന 2 പേജുള്ള കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നിന്ന് ടെലികോം വകുപ്പിലെ നോട്ടിഫിക്കേഷൻ യൂണിറ്റിലെ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി സുമിത് ബിറായ് എന്നയാൾ തന്നെ ഫോണിൽ വിളിച്ചതായി കുറിപ്പിൽ പറയുന്നുണ്ട്. തന്റെ സിം കാർഡ് നിയമവിരുദ്ധമായും മോശം സന്ദേശങ്ങൾ അയക്കാനും ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും കുറിപ്പിൽ പറയുന്നുണ്ട്. തുടർന്ന് അനിൽ യാദവ് എന്നയാളും ഇതേ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങളും ഇവർ ശേഖരിച്ചു. 50 ലക്ഷത്തിലധികം രൂപ കൈമാറിയിട്ടും തട്ടിപ്പുകാർ കൂടുതൽ പണം ആവശ്യപ്പെട്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. സ്വർണം പണയം വെച്ച് 7 ലക്ഷത്തിലധികം രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മഹാരാഷ്ട്ര സെക്രട്ടേറിയറ്റിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ദിയോഗ് ജറോൺ. ഇവർക്ക് മക്കളില്ല. ഇരുവരുടെയും മൃതദേഹങ്ങൾ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി നൽകണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ 82 വയസ്സായി. എന്റെ ഭാര്യയ്ക്ക് 79 വയസ്സും. ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ല. ആരുടെയും കാരുണ്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാലാണ് ഈ തീരുമാനം എടുക്കുന്നതെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്.